PMSCB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ് പള്ളുരുത്തി. നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു PMSCB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ് പള്ളുരുത്തി. ബിഗ് ബെൻ ഹൗസിൽ പുതിയ വെളിച്ചം. 6 കുടുംബങ്ങൾക്ക് താക്കോൽ ദാനം ADGP P. വിജയൻ നിർവഹിച്ചു. മട്ടാഞ്ചേരിയിലെ പുരാതന കെട്ടിടങ്ങളിലൊന്നായ കോമ്പാറമുക്ക് ബിഗ് ബെൻ ഹൗസ് കെട്ടിടത്തിൽ സന്തോഷത്തിന്റെ വെളിച്ചം തൂകി 6 കുടുംബങ്ങളുടെ ദുരിത ജീവിതത്തിന് വിരാമമായി. നവീകരിച്ച ബിഗ് ബെൻ ഹൗസിലെ 6 കുടുംബങ്ങൾക്കുള്ള താക്കോൽ ദാനം ADGP P. വിജയൻ നിർവഹിച്ചു. കഴിഞ്ഞ 3 വർഷമായി ബിഗ് ബെൻ ഹൗസിലെ താമസക്കാർ മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിഞ്ഞിരുന്നത്. 25 ലക്ഷം രൂപ വിനിയോഗിച്ച് കൊച്ചിയിലെ വ്യവസായി കൂടിയായ AM നൌഷാദാണ് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത്. ഞങ്ങൾ വളരെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് മനാഫ് കൗൺസിലർ, 4ാം ഡിവിഷൻ കൗൺസിലർ മനാഫ്, പിന്നെ ഷമീർ വളവത്ത്, സജീബ, ഉബൈദക്കാന്റെ ഭാര്യ സജീബാന്റെ മോള്, ഇത്രയും പേരാണ്. ഈ വീട് വീണപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നീട് പലരും വന്ന് പല വാഗ്ദാനങ്ങളും തന്ന്, പക്ഷെ അതൊന്നും ഫലത്തിൽ കണ്ടില്ല. പിന്നീട് ഷമീർ വളവത്ത് ഞങ്ങളോട് പറഞ്ഞു, ശക്തനായ ഒരാളെയും കൊണ്ട് ഞാനിനി വരുള്ളൂ, അയാള് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരാളെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഷമീർ ആ വാക്കു പാടിച്ചു. നൗഷാദ് ഖാനെ കൊണ്ടുവന്നു. ബിഗ് ഹൗസിൻ്റെ വിഷയമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ സലാമും റജിയും അവിടുത്തെ കൗൺസിലറായ മനാഫും സമീർ വളയത്തും കൂടിയാണ് ഈ വിഷയം എന്നെ ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ ഹാളിൽ പോയി കാണുകയും അവരുടെ ജീവിതം വളരെ പ്രയാസമായ ഒരു ജീവിതമാണ് 6 കുടുംബങ്ങളുടെയും കണ്ണിൽ കാണാൻ പറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനത് ഏറ്റെടുക്കുകയും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരിധിക്ക് പുറത്ത് തന്നെ ഞാൻ ചെയ്തു. എൻ്റെ ചില സുഹൃത്തുക്കളും അടുത്തുള്ള എൻ്റെ സുഹൃത്തുക്കളും കൂടെ സഹായം എനിക്കിതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. അതോടൊക്കെ എനിക്ക് ഏകദേശം 2-2.5 വർഷമായിട്ട് അവരാ കമ്മ്യൂണിറ്റി ഹാളിലാണ് കിടന്നിരുന്നത്. ഈ 6 കുടുംബം എന്ന് പറയുമ്പോൾ ഏകദേശം 10-28-30 പേര് കൊള്ളുന്ന കുടുംബമാണ്. ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെ ആ നിർമ്മാണം കംപ്ലീറ്റ് അതിൻ്റെ പണി തീർത്തുകൊണ്ട് അവർക്ക് താക്കോൽ ദാനം ചെയ്തിട്ടുണ്ട്. ബിഗ് ബെൻ ഹൗസ് അപകടാവസ്ഥയിലായതോടെ ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾ മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറി. ഇവിടെ ദുരിതപൂർണ്ണമായിരുന്നു ഇവരുടെ ജീവിതം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ ദുരിത ജീവിതം നയിക്കുമ്പോഴും ഇവരുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പതിഞ്ഞത് ഭജനകർണങ്ങളിലായിരുന്നു. 2021 ഒക്ടോബർ 15-നാണ് കനത്ത കാറ്റിലും മഴയിലും ബിഗ് ബെൻ ഹൗസിന്റെ മതിലിൽ വിള്ളൽ വീണത്. 31 പേരാണ് അന്ന് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറിയത്. ഇതിനിടെ സ്വന്തം ഭവനം കാണാനാകാതെ 2 പേർ മരണത്തിന് കീഴടങ്ങി. കമ്മ്യൂണിറ്റി ഹാളിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. സ്വകാര്യത പോലും നഷ്ടപ്പെട്ട ഈ കുടുംബങ്ങൾ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് കഴിഞ്ഞിരുന്നത്. വാഹനങ്ങളിൽ നിന്നുള്ള പൊടിയും മറ്റും കയറി കുട്ടികൾ ഉൾപ്പെടെ അസുഖബാധിതരായ സാഹചര്യമായിരുന്നു. മാത്രമല്ല എലി ഉൾപ്പെടെയുള്ള ജീവികളുടെ ശല്യവും ഏറെയായിരുന്നു. കെട്ടിടത്തിന് വിള്ളൽ വീണപ്പോൾ ഉടൻ പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പുമായി ജനപ്രതിനിധികൾ അടക്കമുള്ളവർ എത്തിയെങ്കിലും ഇവരെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയതോടെ എല്ലാം മന്ദഗതിയിലാവുകയായിരുന്നു. വഖഫിന്റെ അധീനതയിലുള്ള കെട്ടിടമായതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അവരുടെ അനുവാദം വേണമായിരുന്നു. വഖഫ് ബോർഡ് അനുവാദം നൽകിയെങ്കിലും നവീകരണത്തിലുള്ള ഫണ്ട് വിലങ്ങുതടിയായി. ഇതിനുശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സമ്മതവുമായി എത്തിയെങ്കിലും അവരും പിന്മാറി. ഇവരുടെ ദുരിതം കേട്ടറിഞ്ഞെത്തിയ AM നൌഷാദ് നവീകരണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് നവീകരണ ജോലികൾ തുടങ്ങിയത്. 8 മാസത്തിനകമാണ് ജോലികൾ പൂർത്തീകരിച്ചത്. 6 കുടുംബങ്ങൾക്കും അടുക്കള, ശുചിമുറി, കിടപ്പുമുറി, ഹാൾ ഉൾപ്പെടെയാണ് കെട്ടിടം നവീകരിച്ചിട്ടുള്ളത്. നേരത്തെ അവർ ശുചിമുറി സംവിധാനത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു. താക്കോൽ ദാന ചടങ്ങിൽ കൗൺസിലർ KM മനാഫ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ K. ആൻസിയ, മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജ്, AM നൌഷാദ്, KM റിയാദ്, VH ഷിഹാബുദ്ദീൻ, NK നാസർ, KB സലാം, കൗൺസിലർമാരായ M. അബിബുള്ള, PM ഇസ്മുദ്ദീൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മട്ടാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് CN ചന്ദ്രബാബു, പൊതുപ്രവർത്തകരായ KB അനീഫ്, KJ ആന്റണി, CG രാജഗോപാൽ, ഷമീർ വളവത്ത്, KR രജീഷ്, അനീഷ് മട്ടാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി നഗരസഭയുടെ കൗൺസിലർ എന്ന രീതിയിൽ മാത്രമല്ല, ഞാൻ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നതിൽ കൂടി ഏറ്റവും സന്തോഷവും അഭിമാനകരവുമാണ് ഇന്ന് ഈ ചടങ്ങ്. കാരണം ഞാനിവിടെ
ഇതിൻ്റെ 2 വീടപ്പുറമാണ് എൻ്റെ വീട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്ക് അറിയാം. കാരണം അന്ന് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഓലമേഞ്ഞ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനവും അതുപോലെ ഒരു കൗൺസിലറിന്റെ പദവിയും ഒക്കെ കിട്ടുമ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, നമ്മുടെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശങ്ങളിൽ വീടുകളുമായി ബന്ധപ്പെട്ട് ഭവനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളൊരു ഒതുങ്ങിക്കൂടിയൊരു വീട്ടമ്മയായി അകത്തിരിക്കുമ്പോൾ കാണുന്ന ഒരു ചുറ്റുപാടും അന്തരീക്ഷവും അല്ല പുറത്തോട്ടിറങ്ങുമ്പോൾ. മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വഖഫിന്റെ ഭൂമികൾ, അതിന്റെ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭൂമികളാണ് ഏറ്റവും കൂടുതൽ. അവിടെ കോർപ്പറേഷൻ ഇടപെടുന്നതിലും അവർക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒട്ടനവധി തടസ്സങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൗൺസിലർ മനാഫ്ക ഒരുപാട് ഈ ഭവനങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ ആകുവാൻ വേണ്ടി ഒട്ടനവധി ശ്രമങ്ങൾ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.